ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്കാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാമിൻ്റെ ഒരു വലിയ പാക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റ് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചിട്ട് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ബേക്കിംഗ് സോഡയാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് പാല് വേണ്ട, ഒഴിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ അത്ര ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും കേക്ക് നന്നായി തന്നെ വരും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഒരു കൺസിസ്റ്റൻസി. ഇതിൻ്റെ നല്ല ലൂസായിട്ടിരിക്കരുത്. ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അവസാനം ലുക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ലുക്ക് ഉണ്ടാകും. പക്ഷെ ആ ടേസ്റ്റ് ഇല്ല, പക്ഷെ ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടില്ലേ? ഞാൻ അതിൻ്റെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കേക്ക് ഇതിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് സ്റ്റീലിലും ചെയ്തെടുക്കാം, കളറൊന്നും പിടിക്കില്ല. ഞാൻ സ്റ്റീലിൽ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാനത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പാൻ ഇറക്കി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ അപ്പോഴേക്കും വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാൻ ബീറ്ററൊന്ന് യൂസ് ചെയ്ത് നമ്മുടെ ഈ വിസ്കി യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കുന്നതല്ലാതെ കുഴപ്പം തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ബീറ്ററിൽ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കൈയൊന്നും വേദന എടുക്കില്ല. ഇത് കുറച്ച് നമ്മൾ കൈ തന്നെ നന്നായിട്ടൊന്ന് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കാക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യണതൊന്നും കാണിക്കാൻ പറ്റിയില്ല, വിട്ടുപോയതാണ്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് ഐസിങ് ചെയ്യുന്നുണ്ട്. ഐസിങ് ചെയ്തില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഒക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഐസിങ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സൈഡിലൊന്നും ഒരുപാട് വിപ്പിംഗ് ക്രീമൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ കേക്ക് വെച്ചിട്ട് തന്നെയാണ് ആ ഭാഗം ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ മേലെ ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ അരിച്ചിട്ട് ഇതേപോലെ പൊടികളായിട്ട് ഇങ്ങനെ ഇടുകയാണ്. ശേഷം നമ്മളുടെ കേക്ക് തന്നെ പൊടിച്ചത് ആ സൈഡിലൊക്കെ നന്നായി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ അറിവ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ.